ഇന്നത്തെ ഈ സൂപ്പിൻ്റെ വീഡിയോ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് മെയിനായിട്ടും ചെയ്തിരിക്കുന്നത്. എന്നാലും പച്ചക്കറി കഴിക്കാൻ മടിയുള്ള മുതിർന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു മിക്സ്ഡ് വെജിറ്റബിൾ സൂപ്പ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ കഴുകാൻ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളയണം. പിന്നെ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയാണ്. ഏത് വെജിറ്റബിൾസ് നിങ്ങൾക്കിതിലേക്ക് ഉപയോഗിക്കാം. വെണ്ടയ്ക്ക പോലുള്ള കൊഴുത്ത പച്ചക്കറികൾ ഒഴിവാക്കുക. ഒരു കഷ്ണം പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. പൊതുവേ തോരനോ ഒക്കെ വെച്ചാൽ കഴിക്കാത്ത ഏതും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ മത്തങ്ങ ഒഴിവാക്കണ്ട. ഇത് നമ്മുടെ സൂപ്പിന് നല്ലൊരു കളറും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ തരും. അത് കുട്ടികൾക്ക് ഇഷ്ടമാവും. ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. പിന്നെ തക്കാളി. സൂപ്പിനൊരു ചെറിയ പുളി വേണമല്ലോ, അതിന് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. കൂടുതൽ പുളി വേണമെങ്കിൽ 2 എണ്ണം ആവാം. ഒരു കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുരിങ്ങക്കായ. ഇത്രയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത്രയും വെജിറ്റബിൾസ് അകത്ത് ചെന്നാൽ തന്നെ ആവശ്യത്തിന് ന്യൂട്രിയൻസ് ആയി. ഇത് ഞാൻ ഉപ്പും വിനാഗിരിയും ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന ശേഷം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇതിൻ്റെ തൊലിയും കുരുവും എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ റഫായിട്ട് കട്ട് ചെയ്താൽ മതി. സൈസ് ഒന്നും പ്രശ്നമല്ല. കാരണം നമ്മളിത് കുക്കറിൽ വേവിക്കാൻ പോവുകയാണല്ലോ. കുക്കറിൽ ഒരു 5-6 വിസിൽ വരുന്ന വരെ വെന്തോട്ടെ. എത്ര വെന്താലും കുഴപ്പമൊന്നുമില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇതുപോലൊരു സൂപ്പ് വീട്ടിലുണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. ആവശ്യത്തിന് ന്യൂട്രിയൻസ് ശരീരത്തിന് കിട്ടുകയും ചെയ്യും. മുരിങ്ങക്കായ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് എല്ലാ വെജിറ്റബിൾസിൻ്റെയും മുകളിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും. എന്നിട്ട് അധികം നമുക്ക് ചീകിയെടുക്കാം. ഞാനിതെല്ലാം കുക്കറിലേക്ക് മാറ്റുകയാണ്. വേവിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. കാരണം ഏതെങ്കിലും വെജിറ്റബിൾ വേവാതെ പോകണ്ടല്ലോ. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിൽ ഞാൻ ഡയറക്റ്റ്ലി വെക്കുകയാണ്. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മുടെ സൂപ്പ് ഒരു കുറുകിയ ഫോമിലായിരിക്കും. മുരിങ്ങക്കായ മീതെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 5-6 വിസിൽ വരെ വേവിക്കാം. ഇപ്പം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. ആദ്യം മുരിങ്ങക്കായ ഒന്ന് മാറ്റിയെടുക്കാം. ബാക്കി എല്ലാ വെജിറ്റബിൾസും നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, ഇതും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി എല്ലാ വെജിറ്റബിൾസും നല്ലപോലെ തണുത്ത ശേഷം മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി ഇത് ഒന്നുകൂടി തിളപ്പിക്കണം. അപ്പോൾ ഉപ്പും ചേർക്കാം. പിന്നെ അല്പം നെയ്യ് ചൂടാക്കി അതിലേക്ക് കുറച്ച് റസ്ക് പീസസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. കടിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക സ്വാദും ഉണ്ടാവും. മുതിർന്നവർക്കാണെങ്കിൽ റസ്കിന് പകരം 3-4 ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു.